ഒരു കാട്ടിൽ കഴുകനും അവളുടെ 2 പിള്ളേരും താമസിച്ചിരുന്നു. ഒരു കുഞ്ഞിന്റെ പേര് ചിങ്കു, മറ്റു കുഞ്ഞിന്റെ പേര് ടിങ്കു. അമ്മ, ഞങ്ങൾ പറക്കാൻ എപ്പോഴാ പഠിക്കുന്നത്? ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒന്ന് ആകാശത്ത് പറക്കാൻ, നല്ല നല്ല സ്ഥലം കാണാൻ. നിങ്ങൾ 2 പേരും ഇപ്പൊ ചെറുതല്ലേ മക്കളെ, അതുകൊണ്ട് പറക്കാൻ പറ്റില്ല. കുറച്ചു ദിവസം കഴിയുമ്പോ നിങ്ങൾക്ക് ചിറക് വരും. അതിനുശേഷം നിങ്ങൾക്ക് ചിറക് വീശി അങ്ങ് ആകാശത്ത് പറക്കാലോ. ഇത് പറഞ്ഞ് കഴുകൻ അവിടുന്ന് പോയി. മണിക്കൂറോളം കഷ്ടപ്പെട്ടതിന് ശേഷം പിള്ളേർക്ക് വേണ്ടി ആഹാരം തപ്പിക്കൊണ്ടുവന്നു. എന്നിട്ട് 3 പേരും കൂടെ ഇരുന്ന് ഒരുമിച്ച് ആഹാരം കഴിച്ചു. അമ്മ ഇപ്പോഴെങ്കിലും വന്നില്ലായിരുന്നെങ്കിൽ അറിയാമോ, ഞങ്ങള് പാടുപെട്ടു പോയേനെ. എന്റെ പിള്ളേരെ, ആഹാരം തപ്പുന്നതേ ഭയങ്കര കഷ്ടമാണ്. നിങ്ങൾ വലുതാവുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവൂ. ആ കഴുകന്റെ റുട്ടീൻ ഇതായിരുന്നു. അവൾ എന്നും കഷ്ടപ്പെട്ട് ആഹാരം കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് സ്വന്തം പിള്ളേരെ കഴിപ്പിച്ച് ഭയങ്കര സന്തോഷിക്കും. അങ്ങനെ കുറെ സമയങ്ങൾ കഴിഞ്ഞു. ചിങ്കു ടിങ്കുവിന്റെ ചിറകുകൾ വലുതാവുകയും ചെയ്തു. അമ്മ, ഇനി ഞങ്ങൾക്ക് പറക്കാമല്ലോ അല്ലേ? അതെ, എനിക്ക് തോന്നുന്നത് അങ്ങനെയാ. ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. ഇത് പറഞ്ഞതിന് ശേഷം 2 പേരും ഓരോരുത്തരായിട്ട് അതിൽ നിന്നും ചാടാൻ നോക്കി. എന്നിട്ട് അവരുടെ ചിറകു വെച്ച് അങ്ങ് പറന്നു. കഴുകനമ്മ സ്വന്തം പിള്ളേര് പറക്കണ കണ്ട് ഒരുപാട് സന്തോഷിച്ചു. എന്നിട്ട് അവരെ വിളിപ്പിച്ച് അവൾ പറഞ്ഞു, പിള്ളേരെ, ഞാൻ ഈ പ്രായത്തിലും 3 പേർക്കും ആഹാരം കൊണ്ടുവരും. ശരീരം മുഴുവൻ വേദനയാ. ഇനി സമയമായിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ആഹാരം തപ്പാൻ. എന്റെ ബാക്കിയുള്ള ജീവിതം ഇച്ചിരി വിശ്രമിച്ച് പോവണം. അതെ അമ്മ, അതിനെന്താ, ഞങ്ങൾ ഇപ്പൊ തന്നെ തപ്പിക്കൊണ്ടുവരാലോ. 2 പേരും ഇത് പറഞ്ഞ് അങ്ങ് പറന്നുപോയി. കഴുകനമ്മ ഇത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. ചേട്ടാ വരൂ, ആദ്യം നമുക്ക് കറുത്ത മലയുടെ മുകളിൽ പോവാം. അത് ഭയങ്കര ഭംഗിയാന്നാ കേട്ടേക്കണേ. ആ വാ പോവാം. 2 പേരും കറുത്ത മലയിൽ പോയി അടിച്ചു പൊളിച്ച് രസിച്ചോര്. അതിനുശേഷം അവര് തടാകത്തിലെത്തി. അവിടെയും അടിച്ചു പൊളിക്കാനായിട്ട് അവര് സമയം കണ്ടെത്തി. അങ്ങനെ അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് അവര് വൈകുന്നേരം ആയപ്പോൾ അവരുടെ വീട്ടിലേക്ക് എത്തി. കഴുകൻ നോക്കുമ്പോ അവരുടെ കയ്യിൽ ഒന്നുമില്ല. അവൾ ചോദിച്ചു, പിള്ളേരെ, നിങ്ങൾ ആഹാരം തപ്പിയല്ലേ പോയത്? ഇതെന്താ നിങ്ങൾ വെറും കൈയോടെ വന്നേക്കണേ? അമ്മ, ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു ആഹാരം തപ്പാൻ, പക്ഷെ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അതെങ്ങനെയാ ശരിയാവുന്നത്? അങ്ങനെയാ അമ്മ ഉണ്ടായത്. ഞങ്ങൾ കഷ്ടപ്പെട്ടു പോയി. എന്തായാലും ഞങ്ങൾക്ക് തോന്നുന്നത് വിശന്നിനി ഉറങ്ങേണ്ടി വരും. ഇത് കേട്ട് കഴുകനങ്ങ് ടെൻഷൻ അടിച്ചു. അങ്ങനെ പറയല്ലേ മക്കളെ, ഒരമ്മ ജീവിച്ചിരിക്കുമ്പോ പിള്ളേരൊരിക്കലും പട്ടിണി കിടക്കില്ല. അവൾ ആ സമയത്ത് തന്നെ ആഹാരം തപ്പാൻ ഇറങ്ങി. അറിയില്ല അമ്മ ഇനി വരാൻ എത്ര നേരം എടുക്കും. ഭയങ്കരമായിട്ട് വിശക്കുന്നു ചേട്ടാ. അത് പിന്നെ അമ്മ വരൂന്നേ, കുറച്ചേരം കാത്തിരുന്നല്ലേ പറ്റൂ. കഴുകൻ പാവം, അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ആഹാരം കൊണ്ടുവന്നു. അവൾ ആഹാരം വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. 2 പേരും ആക്രാന്തത്തോടെ തിന്നു. കഴുകന് സ്വന്തം പിള്ളേരെ ആഹാരം കഴിക്കണ കണ്ടപ്പോ സന്തോഷമായി. ആഹാരം കഴിച്ച് 2 പേരും ഉറങ്ങി. അടുത്ത ദിവസമായപ്പോ അവര് വീണ്ടും ഇറങ്ങി. ഇന്നും അവർ അലഞ്ഞു തിരിഞ്ഞു നടന്ന് വൈകുന്നേരം ആയപ്പോ തിരിച്ച് വീട്ടിലെത്തി. കഴുകനമ്മയ്ക്ക് പിള്ളേര് വിശന്ന് അലഞ്ഞു തിരിഞ്ഞു വന്നപ്പോ സങ്കടമായി. അങ്ങനെ ഒരുപാട് മണിക്കൂർ കഷ്ടപ്പെട്ട് വീണ്ടും അവർക്ക് വേണ്ടി ആഹാരം കൊണ്ടുവന്നു. പക്ഷെ 3ാമത്തെ ദിവസം ഇത് കണ്ടപ്പോഴത്തേക്കും കഴുകൻ എന്തോ തോന്നി. അവൾക്ക് തോന്നി അവളുടെ പിള്ളേര് അവളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നില്ല എന്ന്. അതുകൊണ്ട് അവരടുത്ത ദിവസം പോയ പുറകെ എന്റെ പിള്ളേര് ഈ പ്രായത്തിലും മടിയന്മാരായിക്കഴിഞ്ഞാ, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാ ഇവരെങ്ങനെയാ ജീവിക്കാൻ പോകുന്നത്? എനിക്ക് ആലോചിച്ച് പേടിയാവുന്നു ഇപ്പോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ചിങ്കു ടിങ്കു കറങ്ങിയൊക്കെ തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ അമ്മേനെ കാണുന്നില്ല. അവര് നോക്കിയപ്പോ
അവരുടെ കിളിക്കൂടിന്റെ അവിടെ മിട്ടു തത്ത, കാക്ക, ഒരു കിളീനെയും കണ്ടു അവർ. മിട്ടു അങ്കിൾ, ഞങ്ങളുടെ അമ്മനെ കണ്ടിരുന്നോ? എവിടെ പോയെന്ന് അറിയില്ല. അമ്മയില്ലെങ്കിൽ ഞങ്ങളുടെ ആഹാരമൊക്കെ ആരെ കൊണ്ടുതരിക? ഞങ്ങൾക്ക് നല്ല വിശക്കുന്നുണ്ടല്ലോ. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തടത്തേക്കാണ് അവള് പോയിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ. മിട്ടു അങ്കിൾ എന്താ ഉദ്ദേശിച്ചേ? ഇന്ന് ഉച്ചയായപ്പോ അവക്കൊരു അസ്വസ്ഥതയുണ്ടായി, മരിച്ചു. എന്താ അങ്കിൾ ഈ പറയുന്നേ? അങ്ങനെ ആവില്ല എന്തായാലും. നിങ്ങളെപ്പോലുള്ള മക്കൾ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇത്രയും വലുതായ നിങ്ങൾ ഇപ്പോഴും അവളോട് ഭക്ഷണം ചോദിക്കുന്നു. രാത്രിയിൽ അവൾ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. അത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരുന്നു. അവള് പട്ടിണി കിടക്കുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും അവൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഭക്ഷണം കഴിക്കാതിരുന്ന അവൾ മരിച്ചു. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ഇത് കേട്ട് ചിങ്കു ടിങ്കുവിന് ഭയങ്കര വിഷമമായി. അവർ ചെയ്ത തെറ്റിന് അവർക്ക് സങ്കടം തോന്നി. അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു. ഞങ്ങൾ എന്ത് ചീത്ത പിള്ളേരാ! ഇപ്പോഴാ ഞങ്ങക്ക് മനസ്സിലാവുന്നത്. അമ്മയായതുകൊണ്ടല്ലേ ഞങ്ങൾ രണ്ടുപേരും പട്ടിണി കിടത്താതെ ഉറക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ രണ്ടുപേരുണ്ടായിട്ടും ഒരു നേരത്തെ ആഹാരം കൊണ്ടു കൊടുക്കാൻ പറ്റിയില്ല. ലജ്ജ തോന്നുന്നു. നിങ്ങൾ സ്വയം ഇനി നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. നിങ്ങൾക്ക് വേണ്ടത് മുകളിലുള്ള ആള് തന്നോളും. ഇത് പറഞ്ഞ് അവരങ്ങ് പോയി. പക്ഷെ രണ്ടു പിള്ളേർക്കും അവരുടെ മേലില് ലജ്ജ തോന്നുകയായിരുന്നു. ആ രാത്രി മുഴുവൻ അവർ കരഞ്ഞോണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ ആയപ്പോ വിശന്നപ്പോഴേക്കും രണ്ടുപേരും പറന്നുപോയി. ഇന്നവർക്ക് അടിച്ചു പൊളിക്കാൻ മൂടില്ലായിരുന്നു. അവരാഹാരം തപ്പുകയായിരുന്നു. ചേട്ടാ, എത്ര നേരമായി നമ്മൾ ആഹാരം തപ്പുന്നത്? ഇതുവരെ നമുക്ക് ഒന്നും കിട്ടിയില്ല. അമ്മയാണെ നമ്മളെ വിശന്ന് കാണുമ്പോ തന്നെ എത്ര പെട്ടെന്ന് ആഹാരം കൊണ്ടു തരുമായിരുന്നു. അവരുടെ കണ്ണിൽ നിന്നും വീണ്ടും കണ്ണുനീര് വരാൻ തുടങ്ങി. വൈകുന്നേരം വരെ അവർ ആഹാരം തപ്പി നടന്നു. അത് കഴിഞ്ഞ് അവർ വീട്ടിൽ വന്നു. തിരിച്ച് കൂട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ അവർക്ക് വീണ്ടും അമ്മയുടെ ഓർമ്മ വന്നു. ചേട്ടാ, എന്താ കഴിക്കാൻ തുടങ്ങാത്തെ? ഭയങ്കര വിശപ്പല്ലായിരുന്നോ? നീ കഴിച്ചോ ടിങ്കു? എനിക്ക് വിശപ്പൊന്നും തോന്നുന്നില്ല. അമ്മയുടെ ഓർമ്മ വരുന്നു. അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ കൂടെ ഇരുന്ന് കഴിക്കായിരുന്നു. അതെ ചേട്ടാ, എനിക്കും അങ്ങനെ കഴിക്കാനൊന്നും തോന്നില്ല അമ്മയില്ലാണ്ട്. അപ്പോഴേക്കും അവിടേക്ക് കഴുകനമ്മ വന്നു. രണ്ട് പിള്ളേരെ നോക്കി അവൾ ഒന്ന് പുഞ്ചിരിച്ചു. അമ്മയെ കണ്ടപ്പോ രണ്ടുപേരും ഞെട്ടിപ്പോയി. അപ്പൊ തന്നെ പോയി കെട്ടിപ്പിടിച്ചു. അമ്മ ജീവനോടെ ഉണ്ടാ? എന്തിനാ ഞങ്ങളെ ഇട്ടിട്ട് അമ്മ പോയത്? അതെ പിള്ളേരെ, ഞാൻ ജീവനോടെ ഉണ്ട്. നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ എങ്ങനെ ചെയ്തത്. എന്നോട് ക്ഷമിക്ക്. ഇല്ല അമ്മ, അമ്മ ഞങ്ങളോട് ക്ഷമിക്ക്. ഞങ്ങൾ അമ്മോട് ചെയ്തത് ശരിയല്ല. അമ്മ ഞങ്ങളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തേ. വരൂ, ഇന്ന് അമ്മ ആഹാരം കഴിച്ചു തുടങ്ങ്, എന്നാലേ ഞങ്ങൾ കഴിക്കൂ. ഇത് കേട്ടപ്പോ കഴുകനമ്മയ്ക്ക് കണ്ണുനീര് വന്നു. അവള് കഴിക്കാൻ തുടങ്ങി. പിള്ളേരെ, നിങ്ങളും കഴിച്ചു തുടങ്ങ്. പിള്ളേര് വിശന്നിരിക്കുമ്പോ അമ്മ മാത്രം എങ്ങനെ കഴിക്കുന്നത്? അങ്ങനെ ചിങ്കും ടിങ്കും കഴിക്കാനും തുടങ്ങി. സ്വന്തം അമ്മേനെ തിരിച്ചു കിട്ടിയപ്പോ ഇന്നവർക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോഴേക്കും അവിടെ കാക്ക, കിളി, തത്ത എല്ലാരും വന്നു. അവര് മൂന്നുപേരെ കണ്ട് അവൾ ചിരിച്ചു. കാരണം കഴുകനമ്മയുടെ ഈ ഒരു പ്ലാനിൽ അവരും ഒരു ഭാഗമായിരുന്നു. അതിനുശേഷം ചിങ്കു ടിങ്കുവിനു അവരവരുടെ ഉത്തരവാദിത്തം മനസ്സിലായി. അമ്മയെ അവര് ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങി. ഇപ്പൊ അവര് എന്നും കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടിയും ആഹാരം തപ്പിക്കൊണ്ടുവരും. എന്നിട്ട് മൂന്നുപേരും സന്തോഷത്തോടെ അത് കഴിക്കും.